എക്സാമിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് നടക്കുകയാണ്. എന്താണ് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ മാരത്തൺ ആണ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇവിടെ എത്തിയേക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള, പിന്നെ അതുപോലെ നിങ്ങൾ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസിൽ ഗ്രോത്ത് ഓറിയന്റഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് കൂടി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത്? ഗ്രീൻ റവല്യൂഷൻ സക്സസ്ഫുൾ ആയിരുന്നോ, ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ അല്ലേ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും മക്കളെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെക്കുക. 4 മാർക്കിനൊക്കെ ഈ പറയുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ആണ് മോസ്റ്റ്ലി വരാറുള്ളത്. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് HYV സീഡ്സിൻ്റെ യൂസേജ് കൂട്ടുക എന്നുള്ളതാണ്. അതിനെക്കൊണ്ടാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ടിങ് ഒറ്റയടിക്ക് നമുക്കത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല. കാരണം അതിന് അത്രയും ഫിനാൻഷ്യലി ഒക്കെ ബേർഡൻ കൂടും HYV സീഡ്സ് ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ വളരെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്, അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇവിടെ മാത്രമേ നമ്മൾ HYV സീഡ്സ് കൊണ്ടുവന്നുള്ളൂ. കാരണം അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇത് കൂടുതൽ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് എന്തുണ്ട്, സെൽഫ് സഫിഷ്യൻസി ബിൽഡ് ചെയ്യാനായിട്ടാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ HYV സീഡ്സിൽ ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ അല്ലേ, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് കിട്ടുകയാണ്, ഇൻകം കിട്ടുകയാണ്, പ്രോഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവന്നു. ആൻഡ് മാർക്കറ്റഡ് സർപ്ലസ് ഇതേ കാര്യം തന്നെ. അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കൂടുതൽ വരും. അതായത് നമുക്കിപ്പം ഒരു മാസത്തേക്ക് വീട്ടിലേക്ക് വേണ്ട അരി എത്രയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുത്ത് മാറ്റി വെച്ച് വീണ്ടും അതിൽ കൂടുതൽ അരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഉള്ള അരിയാണല്ലോ നമ്മൾ മാർക്കറ്റിൽ വിറ്റിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ്. അപ്പോൾ അങ്ങനെ വിൽക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഔട്ട്പുട്ട് കിട്ടണം. എക്സ്ട്രാ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് എന്ത് കിട്ടണം, അരി നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയാലേ നമുക്കത് വിൽക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു. ആൻഡ് ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ വളരെ അധികം ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരിലേക്കും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗ്രീൻ റവല്യൂഷൻ ഒബ്വിയസ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ് അതിന് ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്ത കർഷകർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സബ്സിഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയും ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എഫേർട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലോട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു സക്സസ്ഫുൾ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് എയിം ചെയ്തിട്ടുള്ള മാർക്കറ്റബിൾ സർപ്ലസ് ഉണ്ടാക്കാം, പിന്നെ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാം, പിന്നെ ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ബഫർ സ്റ്റോക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടി അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതേസമയം ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻക്രീസ് ദ ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ബിഗ് ഫാമേഴ്സ്. ഒബ്വിയസ്ലി നമുക്കറിയാം ഭയങ്കര വലിയ കർഷകരുണ്ട് അല്ലേ, വലിയ ലക്ഷക്കണക്കിന് എമൗണ്ടിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. അപ്പോൾ ഇതിൽ ഒബ്വിയസ്ലി ഈ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഈ ഗ്രീൻ റവല്യൂഷൻ HYV സീഡ്സ് ചിലപ്പോൾ കുറച്ചുകൂടി ഈസിലി അവർക്ക് ഫിനാൻഷ്യലി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതെടുത്ത് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. ഈ പറയുന്ന നമ്മുടെ നോർമലി സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്സിൽ വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവൺമെൻറ്റിന് കിട്ടുന്ന ആ ഒരു സബ്സിഡി ഒക്കെ നോക്കിയിട്ട് മാക്സിമം അവർക്ക് പറ്റുന്ന അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എന്തൊക്കെ പറഞ്ഞാൽ ഈ ഗ്രീൻ റവല്യൂഷൻ വന്നപ്പോൾ വലിയ കർഷകരൊക്കെ അതിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തപ്പം വീണ്ടും ഇവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, വലിയ കർഷകരും ലോ ഇൻകം ഗ്രൂപ്പ് ഫാമേഴ്സുമായിട്ട് ആ ഗ്യാപ്പ് വല്ലാതെ, ആ ഒരു ഡിസ്പാരിറ്റി വല്ലാതെ നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് റിയാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രീൻ റവല്യൂഷനെ പറ്റി അറിഞ്ഞിരിക്കുക. 4 to 5 മാർക്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതി നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ് മക്കളെ. ഓക്കെ, സോ മറന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സെഷൻസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട്, അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.